ഇൻ ബിസിനസ് രണ്ട് തരത്തിലുള്ള ബിസിനസ്സുകാരാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അവർ ഒരാൾക്കാർ ബിസിനസ് തന്നെ ചെയ്ത് വളരെ സക്സസ് ആവും. വേറൊരു കൂട്ടർ കണക്ഷൻസ് ഉണ്ടാക്കും. അതായത് അവർ ക്രിയേറ്റേഴ്സ് ആയിരിക്കും, കമ്മ്യൂണിറ്റി ക്രിയേറ്റേഴ്സ്. ആ ചെയ്യുന്ന ആൾക്കാർ അത് ജനറേഷൻസ് ആയിട്ട് നീണ്ടുപോവുകയും ചെയ്യും. അപ്പം ഇന്ന് എൻ്റെ മുൻപിലിരിക്കുന്ന വ്യക്തി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് ജനറേഷൻസിനെ എക്സ്പീരിയൻസ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് 1000+ എൻ്റർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ വളരെ ഫ്യൂ ആണ്, വളരെ റയർ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻസൈറ്റ് വിത്തിൻ പോഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വ്യക്തി പ്രിയപ്പെട്ട ശ്രീ മിസ്റ്റർ ഷിജു ചേമ്പ്ര, ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് BNI കാലിക്കറ്റ്, കണ്ണൂർ, വയനാട് ആൻഡ് കാസർഗോഡ്. സോ വെൽക്കം ടു ദിസ് ഷോ സർ. താങ്ക് യു രൂപേഷ്. ഷിജു സാറിൻ്റെ അടുത്ത് ആദ്യം തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ബിസിനസ്സിനെ കുറിച്ചും BNI കുറിച്ചൊക്കെ നമുക്ക് വരും ഇതിൽ സംസാരിക്കാം. ശരിക്കും ഇന്ന് കാണുന്ന ഷിജു ചേമ്പ്ര, ശരിക്കും ആരാണ് ഷിജു ചേമ്പ്ര എന്ന വ്യക്തി? എന്താണ് സാർ, എങ്ങനെയാണ് സാർ ഇങ്ങനെയൊരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു യാത്രാ വഴി ഒന്ന് പറയും? ഓക്കെ, സോ രൂപേഷ്, ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫാമിലിയാണ്. എൻ്റെ ഫാദർ അടക്കം ബിസിനസ്സിലുണ്ടായിരുന്നു. അപ്പം ഫാദർ ബിസിനസ്സിൻ്റെ കൂടെ തന്നെ കുറച്ച് ആൾക്കാരെ സഹായിക്കുന്നതിലും പൊളിറ്റിക്സിലും ഒക്കെ വളരെ സജീവമായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം ഞാൻ ചെറുപ്പം മുതൽ കാണുന്നത് അച്ഛൻ്റെ സ്ഥാപനത്തിലായാലും വീട്ടിലായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വരുന്നതാണ്. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സഹായിക്കുന്നതാണ് ഞാൻ കണ്ടിട്ട് വന്നത്. എഗെയിൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നു, NCCയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഈ റോൾസിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പറ്റും. ഞാൻ അത് കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഞാൻ കണ്ണൂർ വന്നു. അതിനുശേഷം മാസ്റ്റേഴ്സിന് പോയി. ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തും ഇപ്പം ഞാൻ കോർപ്പറേറ്റിൽ വരുന്ന സമയത്തും അവിടെയും എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ, നമ്മുടെ കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോഴും ഞാൻ പുറത്ത് ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. അങ്ങനെയാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയ സമയത്തും ഏറ്റവും കൂടുതൽ ആൾക്കാരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പൊ അവിടെ ഞാൻ കാണുന്ന ഒരു കാര്യം, നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ചില ഏരിയക്കൊക്കെ ലാക്കിംഗ് ഉണ്ട്. അവർ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ആ ബിസിനസിന്റെ കൂടെ വന്ന് നമ്മളിപ്പം BNI എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ റഫറൽ ഓർഗനൈസേഷൻ, ഗ്ലോബലായിട്ട് 76 രാജ്യങ്ങളിലെ കാലിക്കറ്റ്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ഈ പറയുന്ന റീജിയനിലൊക്കെ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് 1500-ൽ പരം ബിസിനസ് ഓണേഴ്സുമായി ഇടപെടാനും അവരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും പറ്റിയിട്ടുള്ളത്. അപ്പൊ അതിൽ വളരെയധികം സന്തോഷമുള്ള ഒരാളാണ്. ഓക്കെ, എക്സലന്റ് സാർ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു വളരെ വളരെ ആകാംക്ഷാപൂർവ്വം ചോദിക്കേണ്ട ഒരു ചോദ്യം, എവിടെ നിന്നാണ് ഈ ഒരു ടേണിംഗ് പോയിന്റ്, ഇങ്ങനെ ഈ ഒരു റഫറൽ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിലോട്ട് എങ്ങനെയാണ് സാറിന്റെ ഒരു ടേണിംഗ് പോയിന്റ്? പണ്ട് മുതലേ എനിക്ക് ക്ലാസ് എടുക്കാനും മറ്റുള്ള ആൾക്ക് നോളജ് ഷെയർ ചെയ്യാനും വളരെയധികം താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്ത് സ്വന്തമായി സ്ഥാപനം തുടങ്ങിയ സമയത്താണ് നമുക്ക് കൂടുതൽ മെന്റേഴ്സിനെ ആവശ്യം വന്നത്. അപ്പൊ ആ മെന്റേഴ്സ് നമ്മൾ എപ്പോഴും നോക്കുക നമ്മുടെ സിറ്റിക്കകത്തുള്ള ഏറ്റവും നല്ല ആൾക്കാരെയാണ്. അങ്ങനെയാണ് 1-2 ഓർഗനൈസേഷനിൽ വെച്ചിട്ട് ഡോക്ടർ AM ഷെരീഫിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം 2016 ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു നാഷണൽ കോൺഫറൻസിൽ ഒരു 2-3 ഡേയ്സിന്റെ വർക്ക്ഷോപ്പിൽ പോയ സമയത്താണ് ഫസ്റ്റ് BNI എന്നുള്ള വർക്ക് 2016 കേൾക്കുന്നത്. അപ്പൊ അന്ന് അവിടെ ഒരു ഹെഡ് കോച്ച് ആയിട്ടുള്ള 2 പേര്, അത് നമ്മുടെ ഇപ്പോഴത്തെ കോയമ്പത്തൂർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് നാസർ സർ ആൻഡ് നേരത്തെ ഹൈദരാബാദിലെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഭരത് ഷാ, ഇവർ 2 പേരും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു മെന്ററിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത്. അവിടെ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് അപ്പൊ ഞാൻ ഇത്രയും കാലം നോക്കിക്കണ്ട ചെയ്തുകൊണ്ടിരുന്ന സാധനം, അപ്പൊ അന്ന് ഈ ഗിവേഴ്സ് ഗെയിൻ എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കറക്റ്റായിട്ട് നമ്മൾ കാണുമല്ലോ, നമ്മൾ നോക്കിക്കണ്ട, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം തൊട്ട് മുമ്പിൽ കാണുമ്പോൾ ശരിക്കുള്ള ടേണിംഗ് പോയിന്റ് അവിടെ നിന്നായിരുന്നു. ഓക്കെ, അത് വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് സാറിന് ഇതിന്റെ ഒരു സ്പാർക്ക് കിട്ടുന്നത് അല്ലെ, നമുക്ക് ഈ BNI കുറിച്ചും ഇതിന്റെ ഒരു നെറ്റ്വർക്കിന്റെ സാധ്യതകളെ കുറിച്ചും. പക്ഷെ ഈ BNI ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെ എങ്ങനെയാണ് നമ്മുടെ ഇവിടെയുള്ള ബിസിനസ്സുമായിട്ട്, ശരിക്കും ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ട് ബിസിനസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ ഒരു സ്പാർക്ക് എങ്ങനെയാണ് സാർ ഇവിടെയുള്ള ഈ ഒരു ബിസിനസ്സുകാരെ പഠിപ്പിക്കുകയും
ഇതിന്റെ ബെനിഫിറ്റ് അവർക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു സീക്രട്ട് എന്താണ്? ഇപ്പോൾ BNA ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെങ്കിലും ഡോക്ടർ ഐവൻ മൈസ്റ്റർ 40 വർഷങ്ങൾ മുമ്പ് കാലിഫോർണിയയിൽ സ്റ്റാർട്ട് ചെയ്താലും പക്ഷെ അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, നമ്മുടെ ആൾക്കാരിലുണ്ട്. കാരണം നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്ന കാര്യങ്ങളാണ് ഈ ഗിവേഴ്സ് ഗെയിനും റെക്കഗ്നീഷനും എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇത് നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ നേരത്തെ തന്നെ ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് ഏറ്റവും നന്നായിട്ട്, കാരണം നമ്മൾ ഭാരതം എന്ന് പറയുന്ന സമയത്ത് അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ആളാണ്. നീ നിന്റെ കർമ്മം ചെയ്യുക, ഫലം വന്നോളും എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ കൾച്ചറിൽ ആദ്യം മുതൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന BNAയുടെ ആശയങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ആൾക്കാർ, ഇപ്പൊ നമ്മൾ ഈ നമ്മുടെ റീജിയനകത്തുള്ള കേരളത്തിനകത്തുള്ള എല്ലാ ആൾക്കാരും തന്നെ ഏറ്റവും നന്നായിട്ട് പരസ്പരം സഹായിക്കുന്ന ആൾക്കാരാണ്, നല്ല ആൾക്കാരാണ്. പക്ഷെ അവര് ഇടയിലേക്ക് BNAയുടെ സിസ്റ്റം കൃത്യമായിട്ട് കൊണ്ടുവന്നു എന്നുള്ള. അപ്പൊ നമ്മളെ ബിസിനസ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല, നമുക്ക് ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നില്ല. BNA അത് ബിസിനസ്സുകാരിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ കൂടെ തന്നെ ഒരു ബിസിനസ്സുകാരന് ഏറ്റവും കൂടുതൽ കിട്ടേണ്ട കാര്യങ്ങൾ കണക്ഷൻസ്, റിലേഷൻഷിപ്പ്, അതൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റിയ സമയത്ത് ഈ കറക്റ്റ് ആയിട്ടുള്ള അതിനകത്തേക്ക് ഒരു ബ്ലെൻഡ് ആയിട്ട് തന്നെ നമുക്കത് ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാർ, ഇനിയും ഒരുപാട് ആൾക്കാർ പുറമെ നിൽക്കുന്നുണ്ട്, ഇത് ഈ ഒരു സിസ്റ്റം അറിയാത്ത കുറെ ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉള്ള ബിസിനസ്സുകാരെ ഒരു കറക്റ്റ് സിസ്റ്റം അവരെ പഠിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് അല്ലെ. ആ സിസ്റ്റം ക്ലിയർ ചെയ്തപ്പോൾ അവരും അത് ബെറ്റർ ആയി, അവർക്കുള്ള ബിസിനസ്സിൽ ബെറ്റർ ആയി അവർക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് അല്ലെ. അതെ അതെ. അപ്പൊ ഈ BNAയുടെ ഈ സിസ്റ്റം കഴിഞ്ഞ 40 വർഷമായിട്ട് ഒരുപാട് രാജ്യങ്ങളിലെ ജനങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അത് ഏറ്റവും നന്നായിട്ട് സക്സസ്ഫുൾ ആക്കിയതാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ബിസിനസ്സിനകത്തേക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്ന സമയത്ത് അതെല്ലാം തന്നെ ഒരു റൈറ്റ് ഓർഡറിൽ വന്നു എന്നുള്ളതാണ്. അതെങ്ങനെയല്ല അത് വരും. അതുകൊണ്ടാണ് രൂപേഷ് നോക്കിക്കഴിഞ്ഞാൽ BNA 40 വർഷമായി ഫോർച്യൂൺ 500 കമ്പനീസിന് പോലും പലപ്പോഴും താഴേക്ക് ഡീഗ്രോത്ത് ഒന്ന് താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷെ BNA കഴിഞ്ഞ 40 വർഷമായിട്ട് സ്ട്രക്ചറായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് അവിടെ ഉണ്ട്. കാരണം ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് മനസ്സിലായി ഒരു ഇതാണ്. പിന്നെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അറിയാനുള്ളത്, ഇങ്ങനെ ഒരു ചെയ്തിട്ടുള്ള സാറ് ഓർമ്മയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സക്സസ് സ്റ്റോറി നമ്മുടെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും? ഒരുപാട് സക്സസ് സ്റ്റോറി നമുക്ക് ഉണ്ടാവുന്ന പറയാൻ വേണ്ടി പറ്റും. അതെ. കാരണം വ്യക്തികളുടെ പേര് പറയുന്ന സമയത്ത്, കാരണം ഞാൻ സാധാരണ ട്രെയിനിങ് എടുക്കുന്ന സമയത്താണ് ഒരു ബിസിനസ് ഓണറുടെ സമയത്തോളം പലപ്പോഴും ട്രെയിനിങ്ങിനകത്ത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യും. അപ്പൊ എപ്പോഴും ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഒരു വർഷം ഇത്ര ബിസിനസ് ചെയ്യണം, ഒരു വർഷം ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഒരു വർഷം ഇത്ര ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം പിടിച്ചെടുക്കണം. അപ്പം സാധാരണ ഒരു ബിസിനസ് ഓണർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഈ ഗോൾ സെറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതാണല്ലോ നമ്മൾ BNAയിൽ എല്ലാ ആഴ്ചയും മീറ്റിംഗിൽ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് മെമ്പേഴ്സിന്റെ ഈ ഗോൾ സെറ്റ് ചെയ്യുകയും അവർക്ക് ആ ബിസിനസ് കിട്ടുന്നുണ്ടോ നോക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തൊരു കാര്യമുണ്ട്, ഒരു BNA മെമ്പർ ആവുകയാണെങ്കിൽ അയാൾക്ക് ഒരു വർഷം ഒരു 1 CRന്റെ ബിസിനസ് മിനിമം കിട്ടണം. അപ്പൊ സ്വാഭാവികമായിട്ടും പല ആൾക്കാരും ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്, കാരണം ഇന്നേ വരെ BNAയിൽ ഞാൻ 2500 കൂടുതൽ ബിസിനസ് ഓണേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി വരുന്നത് എൻട്രി ലെവലിൽ. ഓക്കെ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന സമയത്ത് ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയും, അയ്യോ ഞങ്ങൾ ഇത് എത്തും എന്ന് തോന്നുന്നില്ല, ഞങ്ങൾക്ക് ഇത്രയൊന്നും കച്ചവടം ഇല്ല. അപ്പൊ ഞാൻ പറയും, അതിനാണ് നിങ്ങൾ BNAയിൽ വന്നിട്ടുള്ളത്, BNA മെമ്പറാണ്, ഇത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് ഒരുപാട് മെമ്പേഴ്സ് വിത്തിൻ 8 months 6 months ഒക്കെ തന്നെ ആ ബിസിനസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർ, കാരണം ബിസിനസ് കൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോയി ആലോചിച്ച ആൾക്കാരൊക്കെ നമ്മളുമായിട്ട് ഇരുന്നിട്ട് അതിന് മാറി വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, നമുക്ക് 2ഉം 5ഉം സ്റ്റാഫുള്ള ആൾക്കാർ ഇന്ന് 50ഉം 60ഉം സ്റ്റാഫിലേക്ക് വന്നിട്ടുണ്ട്. BNAയിൽ വന്നിട്ട് ഒരു ബ്രാഞ്ചുള്ള ആള് 13ഉം 14ഉം ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ബിസിനസ് വേറെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 2500 ആൾക്കാരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ സക്സസ് സ്റ്റോറി നമുക്ക് പറയാനുണ്ട്. ഇനി ഇതല്ലാതെ തന്നെ ബന്ധങ്ങൾ കൊണ്ട്, ഇവിടെയുള്ള ബന്ധങ്ങൾ കൊണ്ട് ബിസിനസ് ചെയ്ത ആൾക്കാരുണ്ട്. ഈവൻ കഴിഞ്ഞ സമയത്ത് ഉക്രൈൻ വാർ നടന്ന സ്ഥലത്ത് പോലും സ്വന്തം മക്കൾ അവിടെ പഠിക്കുന്ന സമയത്ത് വേറെ രാജ്യങ്ങളിലെ ആൾക്കാർ അവരെ കുട്ടികളെ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ക്ലാസിക് സക്സസ് സ്റ്റോറി നമ്മൾ കൊറോണ വന്ന സമയത്താണ്. എല്ലാ ബിസിനസ്സും സ്റ്റക്ക് ആയ സമയത്ത് നമ്മൾ അവിടെ വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് ബിസിനസ് ഓണേഴ്സിനെ സഹായിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ BNA എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏത് ചാപ്റ്റർ മീറ്റിംഗിൽ പോകുന്ന സമയത്തും ഒരു സക്സസ് സ്റ്റോറിയെങ്കിലും കേൾക്കാതെ നിങ്ങൾക്ക് ആ മീറ്റിംഗിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത്രയും സക്സസ് സ്റ്റോറീസ് നമുക്ക് അവിടെ ഉണ്ട്. സാർ ഒരു ദൈവവിശ്വാസിയാണോ? ദൈവവിശ്വാസിയാണോ എന്ന് പറഞ്ഞാൽ, ഞാനൊരു പ്രകൃതി അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ
തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ. ഈ ബിസിനസ്സിലൊക്കെ നമ്മളെ ഈശ്വരൻ സപ്പോർട്ട് ചെയ്യും, നമ്മൾ ആ. വെറുതെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് എന്താണ് സാറിന്റെ ഒരു ഒരിക്കലുമില്ല. കാരണം നമ്മളവിടെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ പരിശ്രമിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ഈ പ്രകൃതിയുടെ ഈ പറയുന്ന ഈ ഡിവൈൻ ഫോഴ്സിന്റെ സപ്പോർട്ട് കിട്ടുന്നെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ എല്ലാം ദൈവം തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരുന്ന സമയത്ത് ഒന്നും ഒരാൾക്ക് കിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ് നമ്മുടെ ഹാർഡ് ഈശ്വരൻ. വർക്ക് തന്നെയാണ്. കാരണം നമ്മുടെ ഹാർഡ് വർക്കാണ് നമ്മുടെ ശക്തി. ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കാണ്. ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പല ഭാഗത്തു നിന്നും സപ്പോർട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതെ, അതെ. നമ്മളെ ഫോക്കസ്ഡ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അത്. തീർച്ചയായിട്ടും, അല്ലേ? തീർച്ചയായും, നമ്മുടെ ബിസിനസ് തീർച്ചയായും. നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിൽ എന്ത് ബിസിനസ് ചെയ്യണം എന്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ ആണ്. പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡിവൈൻ ഫോഴ്സ് നിങ്ങളെ മേലെ വർക്ക് ചെയ്യും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, നമ്മൾ ചില ആൾക്കാരെ കാണുന്ന സമയത്ത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ് ചെയ്യുന്ന ആള്, ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ, മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൊസൈറ്റി നമ്മൾ പറഞ്ഞില്ലല്ലോ, വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങൾ വളരെ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായി 10 പേര് നിങ്ങളുമായിട്ട് സംസാരിക്കും. നിങ്ങൾ നെഗറ്റീവ് ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ സൊസൈറ്റിയിലെ 10-30 നെഗറ്റീവ് ആൾക്കാരെ മാത്രമേ കാണുള്ളൂ. അതെ, അതെ. ഈ കാണുന്ന ഒരു ശരിക്കും പറഞ്ഞ ഈ ഒരു നെറ്റ്വർക്കിംഗ് ഈ ഇവിടെ ഇപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ശരിക്കും ഇത് ഗിവേഴ്സ് ഗൈഡ് എന്നുള്ള പറഞ്ഞ ഒരു അസാധ്യ പവർ തന്നെയാണല്ലേ അതെ. ശരിക്കും പറഞ്ഞത്. നമ്മൾ സാറിപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 1500 മേലുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ ഇതിനകത്ത് ഈ ഒരു റീജിയനിൽ നമ്മളുണ്ട്. അതിനകത്ത് ഈ ഗിവേഴ്സ് ഗെയിൻ എന്ന ഒരു കോൺസെപ്റ്റിനകത്തൂടെ അല്ലേ ഇവർ ഇത്രമധികം ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ? തീർച്ചയായും, തീർച്ചയായും. ഗിവേഴ്സ് ഗെയിൻ എന്ന് പറയുന്ന കാര്യം, കാരണം ഞാൻ രാവിലെ മുതൽ എണീറ്റ് നോക്കുന്നത് എങ്ങനെ എന്റെ ചുറ്റുപാടും വരുന്ന ആളെ സഹായിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എല്ലാ വ്യക്തികളും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകം ഏറ്റവും വലിയ ഹാപ്പിനെസ് ഉള്ള ഒരു പ്ലേസ് ആയിട്ട് മാറും. കാരണം രൂപേഷ് രാവിലെ വരുന്ന സമയത്ത് നോക്കുന്നത്, രാവിലെ വരുന്ന നമ്മൾ വരുന്ന ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ, നമ്മൾ നേരെ മുമ്പിൽ കാണുന്ന ആൾക്കോട്ടെ, ഹോട്ടൽ ആൾക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, എന്നെ കൊണ്ട് എന്ത് അയാൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഗിവേഴ്സ് ഗെയിൻ. അതെ. അവിടെ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി രൂപേഷിലേക്ക് അത് 10ഉം 100ഉം മടങ്ങായിട്ട് തിരിച്ചു വരും. അതെ, അതെ. സാർ ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നെ, ഇപ്പൊ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഉം. യങ്ങായിട്ടുള്ള ഒരുപാട് എന്റർപ്രണേഴ്സ് ഉണ്ട്. ഉം. അവരിലേക്ക് എന്താണ് സാറിന് ഒരു മെസ്സേജ് പറയാനുള്ളത്? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ ആൾക്കാർ, ജെൻസി, ആൽഫ, ബീറ്റ, ഇവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം, ഇവിടെ ഏറ്റവും വലിയ കാരണം നമ്മളൊരു സോഷ്യൽ ആനിമൽ ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാളെ കണക്ഷൻ ഇല്ലാതെ, മറ്റൊരാളെ ബന്ധമില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഈ റിലേഷൻഷിപ്പ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കറൻസിയാണ്. കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് എവിടെയും സക്സസ്ഫുൾ ആവും. അത് നമുക്ക് ലോകം കാട്ടിത്തന്നു. കാരണം അതിനു മുന്നേയും BNA ഉള്ള സമയത്തും കൊറോണ വരുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി. കൊറോണയ്ക്കകത്ത് ഈ പറയുന്ന കണക്ഷൻസ്, ബന്ധങ്ങളിലെ ആൾക്കാർ ഒരു പ്രശ്നമില്ലാതെ പോയിട്ടുണ്ട്. കാരണം ലക്ഷങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറെ എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, അഡ്മിഷൻ ആയിക്കോട്ടെ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പുതിയ ജനറേഷനോട് പറയാനുള്ളത്. കാരണം നമുക്ക് ഈ പറയുന്നത് പോലെ ഇന്ന് നമുക്ക് എല്ലാം തന്നെ ഒരു കൊളാബറേഷൻ രീതിയിലേ മുന്നോട്ട് പോവുള്ളൂ, കൊളാബറേഷൻ കോക്രിയേഷൻ രീതിയിലേ മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിക്കകത്ത് നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ, നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ, എക്സെപ്ഷൻ ആയിട്ടുള്ള ഗ്രോത്ത് ചെയ്യണമെങ്കിൽ, ഈ പറയുന്നത് പോലെ തന്നെ BNA പറയുന്ന പോലെ ഒരു കണക്ടിവിറ്റി, മറ്റുള്ളവരാളെ സഹായിച്ച് ഒരുമിച്ചിട്ട് കൈകോർത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഒരു കുറച്ചൊരു 5 പോയിന്റ് ആണ് സാറിനോട് ചോദിക്കാനുള്ളത്. ഓക്കെ. സാർ എന്താണെന്നുള്ള ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാർ ഒരു മോർണിംഗ് പേഴ്സൺ ആണോ അതോ ഈവനിങ് കൂടുതൽ നൈറ്റ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആളാണോ? നമ്മളിപ്പം BNA ഇപ്പൊ ഇത്രയും 42 ചാപ്റ്ററും 4 റീജിയനും ഉള്ളതുകൊണ്ട് BNAക്ക് വരുന്നതിന് മുമ്പേ ഞാൻ പക്ക മോർണിംഗ് പേഴ്സൺ ആണ്. രാവിലെ ഏത് സമയത്ത് പോയാലും എവിടെയായാലും രാവിലെ 5 മണിക്ക് മുന്നേ എണീക്കും. ബാക്കിയുള്ള രാവിലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഈവനിങ് നമ്മൾ ഫുൾ ടൈം വർക്കിംഗ് ആണ്. എന്നാലും അധികം മോർണിംഗ് പേഴ്സൺ ആണ് കൂടുതലും. ഓക്കെ. ദ ബുക്ക് യു ചേഞ്ച് യുവർ എൻറ്റയർലി യുവർ മൈൻഡ് സെറ്റ് ആൻഡ് എവരിതിങ്. റിച്ച് ഡാഡ് പൂർ ഡാഡ്. ശരിക്കും ഞാനത് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സീനിയർ ബോസ് ആണ് ഇങ്ങനെ ഒരു ബുക്ക് വന്നിട്ടുണ്ടെന്നും നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് വായിക്കണം എന്ന് തുഷാർ പാട്ടീൽ എന്ന് പറയുന്ന എൻ്റെ സീനിയർ മാനേജർ തന്നത്. ശരി, അന്ന് മുതൽ ആ ബുക്ക് ഈ ലോകത്തുണ്ടാക്കിയ മാറ്റം. കാരണം അവിടെ നമ്മൾ തോലും ഓരോ ആൾക്കാരും ലോകത്തെ കാണുന്നത്, നമ്മുടെ ഗ്രോത്തിനെ കാണുന്നത് കൃത്യമായിട്ട് ആ ബുക്ക് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നതും റിവ്യൂ ചെയ്യുന്ന ഒരു ബുക്ക് അതാണ്. സാറിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഉപദേശം എന്താണ് സാറിന്റെ ലൈഫിൽ? എൻ്റെ ഏറ്റവും വലിയൊരു ഉപദേശം എന്ന് പറയുന്നത് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് കിട്ടിയതാണ്. അപ്പം നീ എന്നുള്ള വ്യക്തി ഇവിടെ ഉണ്ട്, ഈ സൊസൈറ്റിയിലുണ്ട്. നാളെ നിനക്ക് എന്ത് സൊസൈറ്റിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നിന്റെ സക്സസ്. ഓക്കെ.
അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മറ്റുള്ളവരെ എത്രത്തോളം നിനക്ക് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, അവരിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ എന്താ നമ്മൾ ഒരു ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. സാറിന്റെ ഒരു ഹാബിറ്റ് അതൊരിക്കലും എന്തും ആര് പറഞ്ഞാലും ചേഞ്ച് ചെയ്യില്ല. ആ എന്താ? അത് എൻ്റെ റീഡിങ് ഹാബിറ്റ് ആയിരിക്കും. അപ്പൊ ചില ദിവസം വായിക്കാൻ പറ്റില്ല, പക്ഷെ എങ്ങനെയും ഞാൻ ഒരു ദിവസം എന്തായാലും എന്തെങ്കിലും ഒരു ബുക്കിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചോ വായിക്കാതെ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന പോലെ അത് എന്തായാലും എവിടെയായാലും അത് ചെയ്തിരിക്കും. കാരണം നേരത്തെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം വെച്ചാൽ നമുക്ക് ബുക്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് പുതിയ ഡിവൈസസും ന്യൂ ജനറേഷൻ കുറെ കാര്യങ്ങളുമുള്ള ഡിവൈസസുകളും ഒക്കെ ഉള്ളത് കൊണ്ട് അത് ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഉം. സാർ ഇപ്പൊ ഈ ഒരു ബിസിനസ്സിലല്ലായിരുന്നു എങ്കിൽ ഉം. ശരിക്കും പറഞ്ഞാൽ സാർ ആരാകുമായിരുന്നു? ബിസിനസ്സുകാരനല്ലായിരുന്നെങ്കിൽ ആ. ബിസിനസ് എന്തായാലും എൻ്റെ ബെഡ് ലൈനിലുണ്ട്. ആ. ഞാൻ എന്തായാലും ഒരു ടീച്ചർ ആവുമായിരുന്നു. കാരണം എപ്പോഴും ഓരോ ദിവസവും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ, കാരണം അങ്ങനെ ഒരു ടീച്ചിങ്ങിനോടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം, നോളജ് ഷെയറിങ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് കോർപ്പറേറ്റ് വേൾഡിൽ നിന്ന് സ്വന്തമായിട്ടുള്ള സ്ഥാപനത്തിലേക്കും അവിടുന്ന് BNA എത്തിയത്. ഓക്കെ, എന്തായാലും ഒത്തിരി വലിയൊരു സമയത്തേക്കുള്ള ഒരു ടോക്ക് ഷോ അല്ല ഇത്. പക്ഷെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എന്താണ് ഷിജു സാർ എന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സാറ് തീർച്ചയായും അധ്യാപകൻ തന്നെയാണ്. കാരണം വെച്ചാല് സാറിന്റെ ക്ലാസ് ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അത്രമാത്രം ആ രീതിയിൽ നമ്മളെല്ലാം അത് എൻകറേജ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം അതിന്റെ അതേ അഭിപ്രായം തന്നെയാണുള്ളത്. അപ്പൊ അതിൽ ഒന്നുകൂടി ആഡ് ചെയ്യാനുള്ള രൂപേഷ്, അപ്പൊ നമ്മള് വെറുതെ പഠിപ്പിക്കുക മാത്രമല്ല, നമുക്ക് ചുറ്റുപാടുമുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്കത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു സജഷൻസ്, ഒരു ഗൈഡൻസ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ലൈഫിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്. സാർ, ഈ ഷോയുടെ പേര് ഇൻസൈറ്റ് വിത്തിൻ പോഡ്കാസ്റ്റ് എന്നാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും തുറന്ന് സംസാരിക്കുകയാണ്. അതെ. ഒരുപക്ഷെ നമ്മളെ BNI എന്ന പ്ലാറ്റ്ഫോമിൽ കൂടെ അറിയാവുന്ന ഒരുപാട് പേർക്ക് സാറിനെ അറിയായിരിക്കാം. അപ്പം അവർക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷിജു സാറിനെ ആയിരിക്കും ഈ ഒരു ഇതിലൂടെ സാറിന്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു ആൾക്കാരോടും അല്ലെങ്കിൽ വരാൻ പോകുന്ന ബിസിനസ്സുകാരോടും അല്ലെങ്കിൽ എന്റർപ്രണേഴ്സിനോടും അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരോട് എന്താണ് സാറിന് ശരിക്കും ഇനി സമൂഹത്തോട് പറയാനുള്ളത്? ഇപ്പം വരുന്ന പുതിയ ഓണ്ടർപ്രണേഴ്സിനോടാണ്. അതെ. അതെ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ സൊസൈറ്റിക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. വളരെ വളരെ എന്താ, നമുക്ക് ഒരുപാട് സ്കില്ല് സ്കോപ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഒരുപാട് നമ്മുടെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു പെർസെന്റേജ് എന്ന് പറയുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ്, ഓണ്ടർപ്രണേഴ്സ് ആണ്. അപ്പൊ ഇവരോട് പറയാനുള്ളത്, കാരണം ഇവിടെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് വർഷങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആ ബിസിനസ് ചെയ്യണം. അതിന് ഏറ്റവും കൂടുതൽ BNA പോലെയുള്ള നെറ്റ്വർക്ക് യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്താണ് ലോകം എന്നുള്ളത് എന്താണ് ഏറ്റവും നല്ല ഹാപ്പിനെസ് ഉള്ള ഒരു സ്ഥലമായിട്ട് മാറുക. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി, ഇപ്പൊ BNA ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മളുള്ള നിൽക്കുന്ന സ്ഥലത്ത് ഏറ്റവും നല്ല രീതിയിൽ ഒരുപാട് ജോലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം, ഒരുപാട് ആൾക്കാർക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം. അതിനുശേഷം നമ്മുടെ ഈ ലോകം എന്ന് പറയുന്ന നല്ലൊരു സമാധാനപരമായ ഒരു സ്ഥലമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി പറ്റും. കാരണം അവിടെ നമ്മള് ഈ ഇതിനകത്ത് നമ്മുടെ സൊസൈറ്റിക്കകത്ത് എല്ലാം നിശ്ചയിക്കുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ്. കാരണം ഈ നമ്മളെ നാടിനി എങ്ങനെ വരണം, പുതിയ എന്തൊക്കെ ഫാക്ടറികൾ വരണം, ഇവിടെ ഗ്രോത്ത് എങ്ങനെ വരണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഈ ബിസിനസ് ഓണേഴ്സിന്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പൊ ഇവര് ഏറ്റവും, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ നമ്മുടെ ബ്യൂറോക്രാറ്റ്സിനെ പോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഗ്രൂപ്പാണ് നമ്മളെ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കുമുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡേഴ്സ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. കാരണം ശരിക്കും പറഞ്ഞാൽ സാർ പറഞ്ഞത് ഈ BNIക്കകത്താണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സുകാർക്ക് ഒരു റെക്കഗ്നേഷൻ പോലും കിട്ടി തുടങ്ങുന്നത്. അല്ലാതെ വേറൊരു സ്ഥലത്ത് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് സർ, ഓക്കെ, ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ദിസ് ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു രൂപേഷ്. അപ്പൊ ഇതുപോലെയുള്ള നമുക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തരുന്നതിന്, കാരണം പലപ്പോഴും നമുക്ക് പബ്ലിക്കിനോടൊന്നും അങ്ങനെ പറയാൻ വേണ്ടി പറ്റാറില്ല. അപ്പൊ നമ്മൾ ഇതുവരെ എനിക്കൊരു 2500ഓളം ആൾക്കാരെ എനിക്ക് അത് ഈ BNA കുറിച്ച് സംസാരിക്കാനും
ട്രെയിനിങ് കൊടുക്കാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ മിനിമം ഒരു 10,000 ആൾക്കാരെങ്കിലും ഇതുപോലെ തന്നെ നമ്മളെ സൊസൈറ്റിയിലെ ആൾക്കാരുടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നും തന്നെയാണ് അവരെ ഒരു ഇമ്പാക്ട് അതിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ വരുന്ന സമയത്ത് ഈ വരുന്ന 10,000 ആൾക്കാർ അടുത്തൊരു 1 lakh പ്ലസ് ആൾക്കാരിലേക്ക് സൊസൈറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പൊ എനിക്ക് രൂപേഷനും വേണ്ട എന്താ ഏറ്റവും നല്ല രീതിയിൽ സന്തോഷപരമായിട്ട് നമ്മുടെ സൊസൈറ്റി നമ്മുടെ ആൾക്കാരുമായിട്ട് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകണം. അപ്പൊ അതിന് ഇതുപോലുള്ള ഓർഗനൈസേഷൻസ് നിർബന്ധമായിട്ടും നമ്മൾ ജോയിൻ ചെയ്തിട്ട് അതിന്റെ കൂടെ വർക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു രമേശ്. താങ്ക് യു.